പുതുപുത്തൻ ക്രിക്കറ്റ് അവലോകന വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിന് ഇനി വെറും 2 ദിവസങ്ങൾ മാത്രം. ഞായറാഴ്ച ദുബായിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ കിവീസ് സൂപ്പർ പോരാട്ടം. ഗ്രൂപ്പ് മത്സരത്തിലും സെമി ഫൈനലിലും മികച്ച പോരാട്ടം കാഴ്ചവെച്ച 2 ടീമുകൾ തന്നെയാണ് ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയത് എന്നത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് മികച്ച പോരാട്ടത്തിനായി കാത്തിരിക്കാം, പ്രതീക്ഷിക്കാം. കിവീസും ഇന്ത്യയും ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യക്കെതിരായ ഒരൊറ്റ പരാജയം മാത്രമാണ് ഈ ടൂർണമെൻറ്റിലുടനീളം കിവീസിനെ സംബന്ധിച്ച് അല്പമെങ്കിലും നിരാശാജനകമായ പ്രകടനം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. തന്നെ ബംഗ്ലാദേശിനെയും പിന്നീട് പാകിസ്ഥാനെയും അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെയും എന്നും ഇന്ത്യയെ പേടിപ്പിച്ച് നിർത്താറുള്ള ICC ടൂർണമെൻറ്റെങ്കിൽ എന്നും ഇന്ത്യയെ വിറപ്പിക്കാറുള്ള ഓസ്ട്രേലിയയെ സെമി ഫൈനലിൽ തകർത്ത് തരിപ്പണമാക്കിയുമാണ് ടീം ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയത്. എന്നാൽ ICC ടൂർണമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിലൊന്നായ കിവീസിനെതിരെ ഫൈനലിൽ ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുൻകാല ചരിത്രങ്ങളും അത്ര ആത്മവിശ്വാസം നൽകുന്നതല്ല. കിവീസിനെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെ ICC ടൂർണമെൻറ്റുകളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ആകെ കളിച്ച ICC ടൂർണമെൻറ്റുകൾ ഫൈനലുകളിൽ 2 പ്രാവശ്യമാണ് ഇന്ത്യയും ന്യൂസിലാൻഡും നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ആ നേർക്കുനേർ മത്സരങ്ങളിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്നതിൻ്റെ ആത്മവിശ്വാസവും കിവീസിനെ സംബന്ധിച്ച് ഞായറാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഘടകം തന്നെയാണ്. എന്നാൽ അതാത് ദിവസത്തെ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിക്കറ്റിലെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിനാൽ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് തീപാറും പോരാട്ടം തന്നെ ദുബായിൽ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിനു മുന്നേ 2 പ്രാവശ്യമാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ICC ചാമ്പ്യൻസ് ട്രോഫികളിൽ ഏറ്റുമുട്ടിയത്. 2000 ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ കിവീസ് സൂപ്പർ പോരാട്ടം നടന്നപ്പോൾ അന്നത്തെ വിജയം 4 വിക്കറ്റിന് ന്യൂസിലാൻഡ് സ്വന്തമാക്കി. അന്ന് ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയും ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ സ്റ്റീഫൻ ഫ്ലെമിംഗുമായിരുന്നു. അന്നത്തെ ഫൈനൽ മത്സരത്തിൽ ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 264 റൺസ് നേടി. 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയായിരുന്നു ടീം ഇന്ത്യയുടെ 264 റൺസ് 50 ഓവറിൽ നേടിയത്. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് വിജയത്തിലേക്കെത്താൻ 6 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി 49.4 ഓവറിൽ കിവീസ് തകർപ്പൻ വിജയം നേടിയെടുത്തു. കിരീടവും സ്വന്തമാക്കി. ടീം ഇന്ത്യയുടെ കിരീടമോഹങ്ങൾ തല്ലിയൊടിച്ചു. പിന്നീട് 2021 ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ 2021 മത്സരത്തിൻ്റെ ഇന്ത്യ എന്ന രാജ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാജിച്ച് നടന്നിരുന്ന കാലത്തായിരുന്നു 2021 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അരങ്ങേറിയത്. അന്നത്തെ മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത് കിങ് കോഹ്ലിയും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചത് ലെജൻഡ് വില്യംസണും തന്നെയായിരുന്നു. ഈ സൂപ്പർ പോരാട്ടത്തിൽ പരാജയം നേരിടാനായിരുന്നു ടീം ഇന്ത്യക്ക് വിധി. ആരും ഒരു ക്രിക്കറ്റ് അനലൈസർമാരും ഒരു ക്രിക്കറ്റ് ആരാധകനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയമായിരുന്നു, അപ്രതീക്ഷിത പരാജയമായിരുന്നു 2021 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് സംഭവിച്ചത്. എന്നിരുന്നാലും നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ചരിത്രത്തിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം എന്ന് തന്നെ കരുതാം. ചരിത്രങ്ങൾ എന്നും ചരിത്രമായി നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ടീം ഇന്ത്യയുടെ ഇന്നത്തെ ഫോമും ഇന്നത്തെ കളിക്കാരുടെ ആറ്റിറ്റ്യൂഡും വെച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും അടുത്ത ദിവസം നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ടീം ഇന്ത്യക്ക് ശക്തമായി വിജയം നേടിയെടുക്കാൻ സാധിക്കും. ഇന്ത്യക്ക് ആത്മവിശ്വാസമേകുന്ന മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ ന്യൂസിലാൻഡ് ഗ്രൂപ്പ് മത്സരത്തിൽ ശക്തമായ വിജയം ടീം ഇന്ത്യ നേടി എന്നത് തന്നെയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് മികവ് തന്നെയാണ് ടീം ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിലും എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും സെമി ഫൈനലിലും മികച്ച വിജയം നേടാനായത്. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്തിറങ്ങുന്ന ടീം ഇന്ത്യക്കെതിരെ എന്നും ICC ട്രോഫികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ന്യൂസിലാൻഡ് തമ്മിൽ ഞായറാഴ്ച ഏറ്റുമുട്ടുമ്പോൾ കാണികൾക്ക് ഒരു പുതുപുത്തൻ ക്രിക്കറ്റ് വിരുന്ന് ദുബായിൽ ഒരുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട.
ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഘടകമെന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മ എന്ന മികച്ച ക്യാപ്റ്റന്റെ പ്രകടനം തന്നെയാണ്. ബാറ്റിങ്ങിനും ക്യാപ്റ്റൻസിയിലും മികച്ച പ്രകടനമായി രോഹിത് ശർമ്മ ICC ടൂർണമെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതൊരു വമ്പന്മാരുടെ വെല്ലുവിളിയും തല്ലിത്തകർക്കാൻ ശേഷിയുള്ള ടീം ഇന്ത്യയെ നമുക്ക് ഈ ഫൈനലിൽ കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആകെ നടന്ന ICC മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ടീം ഇന്ത്യ നേടിയത്. ഇതുവരെ അവസാനം നടന്ന 23 ICC മാച്ചുകളിൽ 22ലും വിജയം നേടാൻ സാധിച്ചു എന്നാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ആശ്വസിക്കാൻ വക നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരായ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ഫോമിലേക്ക് ഉയർന്നില്ല എങ്കിലും ബാക്കിയുള്ള മധ്യനിരയിലെ പ്ലേയേഴ്സും ബോളർമാരും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ന്യൂസിലാൻഡിന്റെ വൻ വിജയം നേടാൻ ടീം ഇന്ത്യക്ക് സാധിച്ചു. ഈ മൂവരും കൂടി ബാറ്റിങ്ങിൽ ഫോമിലേക്ക് ഉയർന്നാൽ ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ടീം ഇന്ത്യക്ക് മികച്ച വിജയം തന്നെ നേടാൻ സാധിക്കും. എന്നാൽ ന്യൂസിലാൻഡിനെ ഒരിക്കലും നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കുന്ന ഒരു ടീമല്ല. മികച്ച പ്രകടനമായി തന്നെയാണ് ന്യൂസിലാൻഡും ഫൈനലിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ന്യൂസിലാൻഡ് സംബന്ധിച്ച മികച്ച ബാറ്റർമാരും മികച്ച ബോളർമാരുമുള്ള മികച്ച ടീമാണ് ന്യൂസിലാൻഡ്. രജിൻ രവീന്ദ്രയെ പോലുള്ള യുവത്വവും വില്യംസിനെ പോലുള്ള എക്സ്പീരിയൻസും കൂടി ചേരുമ്പോൾ ന്യൂസിലാൻഡിനും വിജയം കിട്ടാക്കനിയൊന്നുമല്ല. എന്നാൽ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനും ടീം മാനേജ്മെൻറ്റിനും രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഈ ചാമ്പ്യൻസ് ട്രോഫി അനിവാര്യം തന്നെയാണ്. അവർക്ക് വേണ്ടി ടീം ഇന്ത്യക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി 2025 വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പാകിസ്ഥാനിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഫൈനൽ നാം ദുബായിൽ എത്തിച്ച് നടത്തി എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യക്ക് അർഹതപ്പെട്ട കപ്പ് തന്നെയാണെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരുപാട് വിമർശനങ്ങൾ ടീം ഇന്ത്യ ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി കപ്പിലൂടെ കൊടുക്കാൻ ടീം ഇന്ത്യക്ക് സാധിക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ടീം ഇന്ത്യക്ക് എല്ലാവിധ വിജയാശംസകളും. ഒരു സൂപ്പർ പോരാട്ടത്തിനായി നമുക്ക് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി.